ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു സമോസയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ സമോസയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന് ഷവർമ ഫില്ലിംഗ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതിൻ്റെ സോസും ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമോസയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ക്യാരറ്റും ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തഹിനി പേസ്റ്റ് ആണ്. തഹിനി പേസ്റ്റ് എന്ന് പറയുന്നത് വെളുത്ത എള്ള് അരച്ചിട്ട് വരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മയോണൈസിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടൊരു വലിയ ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ആദ്യം നമുക്കിതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഞാനിവിടെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഷവർമ സോസിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഇതിൻ്റെ ഡിപ്പായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഷവർമ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സമോസ ആക്കിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സമോസ ഷീറ്റാണ്. ആദ്യം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനുള്ളിലായിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈസി ആയിട്ട് സമോസ ഷീറ്റ് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് ഇതിന് മുന്നുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ സമോസയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാനിപ്പോൾ ഇവിടെ സമോസ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും വെള്ളവും കൂടെയുള്ള ഒരു മിക്സ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സമോസയും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ സമോസയും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ചൂടായ എണ്ണയിലിട്ട് നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ടും വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പേപ്പർ ടവലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഷവർമ സമോസ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സോസിൻ്റെ കൂടെ വേണം ഇത് സെർവ് ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.